നന്മ 24 സ്വാഗതം. നമ്മൾ വയനാടുണ്ടായ ദുരന്തം നമ്മൾ കണ്ടു. അവിടുത്തെ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതും അവിടുത്തെ അവസ്ഥകളെല്ലാം എടുത്തു പറയാതെ തന്നെ അറിയാം. ഇവിടെ തൃക്കാക്കരയിൽ നിന്ന് അവിടെ പോയി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകളാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഒരാൾ മുകളിൽ പുഞ്ചിരിമറ്റത്ത് നിന്ന് മാറി അവരുടെ ബന്ധുവിൻ്റെ വീട്ടിൽ താഴെ വന്ന് താമസിച്ചിരുന്നു. ആ ഉരുൾപൊട്ടൽ വന്ന് അയാളെ വീണ്ടും വിട്ടില്ല, താഴെ വന്ന ആളെയും വലിച്ചുകൊണ്ട് പോയി. ചേട്ടൻ അവിടെ വന്നിരുന്നു. ആ ചേട്ടൻ്റെ കുടുംബത്തിലെ എല്ലാ ആൾക്കാരും ചേട്ടൻ്റെ സഹോദരൻ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, ചേട്ടൻ്റെ വൈഫ് മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ മക്കൾ മരിച്ചുപോയി. അപ്പം അവർ വന്നിട്ട് ഒരു ഏരിയ വന്നിട്ട് ഇവിടെ 7 വീടുണ്ട് 8 വീടുണ്ടെന്ന് നമ്മളോട് പറയുകയാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾക്കൊരു 2 ആൾ പൊക്കത്തിൽ ഇങ്ങനെ ചെളി നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അവിടെ ശരിക്കും അവിടെ വീടുകളുണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കുത്തുമ്പോൾ അത് കുഴി അല്ലെങ്കിൽ നമ്മൾ കാല് വെക്കാം, അങ്ങനെയുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വെച്ച് നമ്മൾ കൈ കൊണ്ട് ഇതൊക്കെ മാന്തി എടുക്കുമ്പോഴാണ് ആദ്യം എടുക്കുന്നത് ഒരു ബോഡിയാണ്. ട്രെയിനിങ് കിട്ടിയ ഒരാൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ, CPR കൊടുക്കാനായിട്ട് അവർക്ക് പറ്റിയെങ്കിൽ ഒരു ജീവൻ്റെ വില എന്ന് പറയുന്നത് അതിൽ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ആ ജീവന് നമുക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ അതിൽ ഉപരി ഈ ജന്മം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇവരെല്ലാവരും തൃക്കാക്കരക്കാരാണെന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് തൃക്കാക്കരക്കാർക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള തൃക്കാക്കരക്കാർക്ക് അഭിമാനിക്കാം. പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ഇവർ കൈകോർത്ത് നിന്നാണ് സമൂഹത്തോടൊപ്പം പ്രതിബദ്ധതയോടെ നമ്മളോടൊപ്പം കൈകോർത്ത് നിന്ന ആളുകളാണ് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു ദുരന്തത്തിലും കൈകോർത്തത്. പ്രത്യേകിച്ച് ഈ അറ്റത്ത് നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ നല്ലൊരു മാധ്യമ പ്രവർത്തകനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാഹിൻകുട്ടിയാണ് ഇദ്ദേഹം. ഞാനും നേരിട്ട് കണ്ടിട്ടുണ്ട്. പാലിയേറ്റീവ് കെയറിൻ്റെ പ്രോഗ്രാമിൽ വയ്യാത്ത ആളുകളൊക്കെ എടുത്ത് കൊണ്ടുവരുന്ന ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടത്. ഏതായാലും അവർക്ക് ആ നേർക്കാഴ്ച നമ്മൾ മാധ്യമങ്ങളിലൂടെ മിക്ക ആളുകളും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇവരവിടെ നേരിട്ട് കണ്ട കാഴ്ചകളാണ് നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത്. മറ്റൊന്ന്, ഇന്നേ ദിവസം ACT കേരള ഈ തൃക്കാക്കരയിലെ ഈ സിവിൽ ഡിഫൻസിൽ പെടുന്ന ആളുകൾ, ഈ ദൗത്യത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ഇന്ന് ആദരിച്ചു. അവരെല്ലാവരും അതിൻ്റെ ഫലകങ്ങളുമായി കയ്യിലുണ്ട്, എല്ലാവരുടെയും കയ്യിലുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ് അവർ നമ്മളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. മാഹിൻകുട്ടി, അന്ന് കണ്ട അവസ്ഥ എന്താണ്? നമ്മുടെ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിമട്ടത്തെ വെള്ളരിപ്പാറയിൽ ഉണ്ടായിരുന്ന ദുരന്തം ശരിക്കും പറഞ്ഞാൽ 2 പഞ്ചായത്തുകളെ തുടച്ചു നീക്കിക്കൊണ്ട് പോയിരിക്കുന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴുള്ള കാഴ്ച അത് തന്നെയാണ്. കാരണം പാറകൾ എല്ലാം പല ഭാഗങ്ങളിലായി, മരങ്ങൾ. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന ഞങ്ങളുടെ ഡെപ്യൂട്ടി ഡിവിഷൻ വാർഡൻ നിമ അവർ ആദ്യം ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ബെയിലി പാലം വന്നിരുന്നു. ആ പാലത്തിനോട് ചേർന്ന് തന്നെയാണ് ആദ്യം അവർക്ക് ബോഡി കിട്ടിയത്. ഞങ്ങൾ വേറൊരു സെക്ഷനിലായിരുന്നു. ഓരോ സെക്ഷനിലേക്ക് ചെല്ലുമ്പോഴും ഭീകരമായ ഒരു ദുരന്തത്തെ സാക്ഷി നിർത്തിക്കൊണ്ടായിരുന്നു ഞങ്ങളുടെ ഫുൾ യാത്ര. കാരണം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയായിരുന്നു. ആദ്യത്തെ ബാച്ചുകാർക്ക് നല്ല പണിയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചെല്ലുമ്പോഴും ശരിക്കും പറഞ്ഞാൽ സ്മെല്ല് വരെ ഫീൽ ചെയ്യുന്നൊരു സമയത്താണ് രണ്ടാമത്തെ ബാച്ച് ഞങ്ങൾ ചെല്ലുന്നത്. ആ ഒരു അനുഭവം, അതുപോലെ തന്നെ ഈ പറഞ്ഞ മാടുകൾ, മൃഗങ്ങളെ ശരീരങ്ങളെല്ലാം ജീർണിച്ച അവസ്ഥ. മനുഷ്യരെ ആദ്യത്തെ ബാച്ചിൽ പലരും മാക്സിമം ആദ്യത്തെ 2 ബാച്ചിലൊക്കെ മാക്സിമം കരകയറ്റി കൊണ്ടുപോയെങ്കിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഒരു സെക്ഷൻ, വേറൊരു സെക്ഷനിൽ മനുഷ്യരായിരുന്നെങ്കിൽ ഒരു സെക്ഷനിലും മൃഗങ്ങളുടെ ദയനീയമായ അവസ്ഥ അത് കാണുമ്പോൾ ശരിക്കും നമ്മളൊരു ജീവൻ പോലെ തന്നെയാണ്. കാരണം പലരും മൃഗങ്ങളെ അഴിച്ചുവിടാത്തൊരവസ്ഥയായിരുന്നു, അതിൽ തന്നെ കിടന്ന് മരണപ്പെടുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി, ഇപ്പോൾ കേരള ഫയർഫോഴ്സ് കൂടാതെ തന്നെ സൈന്യവും അതുപോലെ തന്നെ വിവിധ സന്നദ്ധ വിഭാഗങ്ങൾ, സംഘടനകളെല്ലാം ഒത്തൊരുമയോടുകൂടി പ്രയത്നിച്ചൊരു ഫലമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഏതായാലും മാഹിൻകുട്ടി പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റ കൈയായി, അത് ജാതി വർഗ മത ഒരു വ്യത്യാസമില്ലാതെ ഒന്നിച്ച് കൈകോർക്കുന്ന ഒരു നാടാണ് കേരളം. അതിന് ഒരു ഇപ്പോൾ നേർക്കാഴ്ചയാണ് കഴിഞ്ഞ ഈ ഒരു ദുരന്തത്തിൽ നമ്മൾ കണ്ടത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടാണ് പ്രളയ സമയങ്ങളിലൊക്കെ. ഏതായാലും നമ്മുടെ ഷിബു നമുക്കറിയാം, നല്ലൊരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. ഒരുപാട് നല്ല പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളാണ്. സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കേസ് നടത്തി ഇവിടെ ഒരു കുളം വരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി.
അങ്ങനെ ഒരു നല്ലൊരു പ്രവർത്തകനാണ് ഷിബു. ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് സിവിൽ ഡിഫൻസിൽ അല്ലെങ്കിൽ അവരെ കുടുംബമായിട്ട് കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയമാണ് അവർ ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഷിബു എന്ത് പറയുന്നു? ഈ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ആദ്യത്തെ ബാച്ചിലാണ് ഞങ്ങളവിടെ എത്തുന്നത്. അപ്പോൾ ഏകദേശം ഒരു രാത്രി സമയത്താണ് അവിടെ എത്തുന്നത്. ഞങ്ങളോട് വെളുപ്പിനെ തന്നെ ഈ പറയുന്ന സ്ഥലത്തേക്ക് നമ്മളവിടെ കൊണ്ടെത്തിച്ചു. അവിടെ ചെല്ലുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഭയാനകരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പോലും പ്രയാസമാണ്. നമ്മളെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിരുന്ന ഒരു ചെറിയൊരു താൽക്കാലിക പാലത്തിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റോഡുകളും മുഴുവൻ കല്ലും മരങ്ങളും വീണ് കിടക്കുകയാണ്. കാരണം അത്രയൊരു സ്ഥിതിയിൽ നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റുന്നില്ല. അതിനെല്ലാം നമ്മൾ നമ്മുടെ കയ്യിൽ പറ്റാവുന്ന ഉപകരണങ്ങൾ കൊണ്ടിട്ടാണ് അത് നീക്കം ചെയ്തിട്ടാണ് നടന്നാണെങ്കിലും നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തി. നമ്മൾ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു പോലും നമുക്ക് നിശ്ചയം ഉണ്ടായിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരാണ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നിട്ട് നമ്മൾ അത് പ്രകാരം നമ്മൾ ആ സ്ഥലങ്ങളിലും എല്ലാം നമ്മൾ ഈ കലുകൾക്കിടയിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ തിരച്ചിൽ നടത്തി. പലരുടെയും നമ്മൾ കൈയും കാലുകളും ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ബോഡികളാണ് നമുക്ക് അവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അത് നമുക്ക് ആ സ്ഥലത്ത് നമ്മൾ ചെന്നാലാണ് നമുക്ക് അതിൻ്റെ ഉള്ളൊരു എന്താണ് അവിടുത്തെ ഒരു ഭീകരത എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാവുന്നതിനെക്കാട്ടിയും അതിൻ്റെ അപ്പുറത്തൊരു അവസ്ഥയിലാണ്. അത് വളരെ വേദന ഉണ്ടാക്കുന്ന സംഭവമാണ്. ശരി, ഏതായാലും ഇവർക്ക് അതിനുള്ള ഈ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. തീർച്ചയായും ഇങ്ങനെയുള്ളൊരു സിവിൽ ഡിഫൻസിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ഈ അത്യാവശ്യ സമയങ്ങളിൽ എമർജൻസി ആയിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെ ഇത് നേരിടാം എന്നുള്ള ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണ് ഇതിനൊരു കൂട്ടായ്മ ഇങ്ങനെയുള്ള സംഘടനകളുടെയൊക്കെ ഒരു പ്രത്യേകത. ഇപ്പം ഫയർഫോഴ്സോ അല്ലെങ്കിൽ പോലീസോ മുഴുവനും കാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാവരും സമൂഹത്തോടൊപ്പം പ്രതിബദ്ധത നമുക്ക് കൈകോർത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂട്ടായ്മയുമായി അല്ലെങ്കിൽ ഇതുപോലെ സിവിൽ ഡിഫൻസ് പോലെയുള്ള സംഘടനകളൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും യോജിക്കേണ്ടതുണ്ട്. ഏതായാലും നമുക്ക് മറ്റൊരാളുടെ അടുത്തും കൂടി ചോദിക്കാം. എന്ത് പറയുന്നു? ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു വിഷയം ഞാൻ ചോദിക്കുമ്പോൾ തന്നെ മുഖം മാറിയ ആളുടെ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ അനുമതി തന്ന് നമ്മുടെ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരാൽ നമ്മൾ ഓരോ പരിശീലനങ്ങൾ എല്ലാ ഇതിലും ഇപ്പോൾ നമ്മൾ ദുരന്തമുഖത്തെ എങ്ങനെ നേരിടണം, പിന്നെ ഇപ്പോൾ ഏതെങ്കിലും ആപത്ഘട്ടങ്ങളിൽ മുമ്പൊക്കെ വന്നിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ പിടിച്ചാൽ മാത്രമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. 101 വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങളിലുള്ള എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൽ നമ്മൾ സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത് അവരുടെ അണ്ടറിൽ വരുന്ന ഒരു സേനയാണ്, സന്നദ്ധ സേനയാണ്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ മാധ്യമ പ്രവർത്തകരുണ്ട്, ആശാ വർക്കർമാരുണ്ട്, ഇപ്പോൾ പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ഇപ്പോൾ അതൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ ഉപരി ഞങ്ങളിപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് നമ്മൾ ലീവ് എടുത്തിട്ടൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ മനസ്സുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളത് വന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡെഫിനറ്റ്ലി വന്നിട്ട് നമുക്കൊരു ട്രെയിനിങ് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് വീട്ടിലിപ്പോൾ പ്രത്യേകിച്ച് ലേഡീസ് ചെല്ലുമ്പോൾ ആദ്യം ഞാൻ ചെന്ന ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെല്ലുന്നത് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ ചെന്ന് നമ്മളിങ്ങനെ വടി കുത്തി വെച്ചിട്ടാണ് നടന്നു പോകുന്നത്. വടി കുത്തുമ്പോൾ അതിൽ വന്നിട്ട് കുഴിയാണോ എന്താണെന്ന് അറിഞ്ഞിട്ടേ നമുക്ക് കാല് കുത്താൻ പറ്റുള്ളൂ. ഒരു ഐഡിയ ഇല്ല, എങ്ങനെയാണ് ഏതാണ് ഒന്നും അറിയാത്തൊരു ഇതാ. അപ്പൊ കുത്തുമ്പോൾ അത് കുഴി അല്ലെങ്കിൽ നമ്മൾ കാല് വെക്കാം, അങ്ങനെയുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വെച്ച് നമ്മൾ കൈ കൊണ്ട് ഈ ഇതൊക്കെ മാന്തി എടുക്കുമ്പോഴാണ് ആദ്യം എടുക്കുന്നത് ഒരു ബോഡിയാണ്, മെയിൽ ബോഡിയാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഒരു കാലില്ല. ശരിക്കും അവരൊക്കെ വന്നിട്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് എല്ലാവരും കുടുംബാംഗങ്ങളുമായും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ രാവിലെ നേരം വെളുത്തിട്ടൊക്കെയാണ് പകലിലൊക്കെയാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ ഓടിയെങ്കിലും രക്ഷപ്പെടാം. ഇത് ഉറക്കത്തില്, അതും 2 മണി 3 മണി എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് എല്ലാവരും നല്ലോണം ഉറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഇത് നടക്കുമ്പോൾ അവർ വിചാരിക്കാനോ എന്ത് ചെയ്യണം എന്ന് അവർക്ക് ചിന്തിക്കാൻ ഒരു സെക്കൻഡാണ് നടന്നിരിക്കുന്നത്. ആ സെക്കൻഡിൽ അവർക്ക് അത് നടക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ആരെ കൊന്നു. അപ്പൊ അവിടുത്തെ ഉള്ള പാറകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ
മുകളിൽ നിന്ന് അങ്ങനെ ഉരുണ്ട് വന്നിരിക്കുന്ന ആ പാറകളൊക്കെ കാണുമ്പോൾ അത്രയും വലിയ പാറ അവിടെ ആ സ്കൂൾ ഉണ്ടായതുകൊണ്ട് ഇച്ചിരിയെങ്കിലും ആ ഭാഗം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അതും ഒലിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ ഇവർക്ക് 2 ദിവസം മുമ്പ് ഇങ്ങനെ മഴയുണ്ട് മാറണം എന്ന് പറഞ്ഞത് അതിലും ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മുകളിൽ പുഞ്ചിരിമറ്റത്ത് നിന്ന് മാറി അവരുടെ ബന്ധുവിൻ്റെ വീട്ടിൽ താഴെ വന്ന് താമസിച്ചിരുന്നു. ആ ഉരുൾപൊട്ടൽ വന്ന് അയാളെ വീണ്ടും വിട്ടില്ല, താഴെ വന്ന ആളെയും വലിച്ചുകൊണ്ട് പോയി. അപ്പോൾ അങ്ങനെ ഓരോ ഇൻസിഡൻസും നമുക്ക് ഓരോ ദിവസം ഓരോ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മണം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണമുണ്ട്, പക്ഷെ ഞങ്ങൾ ആരും അതൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് ശരിക്കുള്ള സത്യം. അതിൽ നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ബോഡി ഉണ്ടാവും, അതിന് ഇരുന്ന് അറ്റ്ലീസ്റ്റ് ഒരു 1 മണിക്കൂർ അരമണിക്കൂർ നമ്മളിരുന്ന് കരയെങ്കിലും ചെയ്യും. ഇത് എന്തെന്ന് അറിയില്ല നമുക്ക്. കരയാണോ ഒരു ബോഡി കിട്ടി എന്ന് പറയുമ്പോൾ അത് ആരുടെയാ എന്താ ആരുടെ അടുത്ത് നമ്മൾ കൊണ്ട് കൊടുക്കും കിട്ടുന്ന അവസാനം അങ്ങനെ ഓരോ ഹിറ്റാച്ചിയിൽ വെച്ച് നമ്മൾ തോണ്ടുമ്പോൾ നമ്മൾ നോക്കുന്നത് ഹിറ്റാച്ചിയിൽ നിന്ന് ആ മണ്ണ് മാന്തിയത് താഴെ ഇടുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും പാർട്സ് വീഴുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പറയണമെന്നുണ്ടെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഇതാണ്. നമ്മുടെ ഭാഗത്ത് ഇപ്പം നമ്മൾ സിവിൽ ഡിഫൻസിൽ നമ്മൾ കണ്ടു, പൊതുവെ നമ്മുടെ രക്ഷാപ്രവർത്തകർ 1500 പേരെ ഒരു സമയത്ത് കയറ്റുക. അതിൽ കൂടുതൽ ആളുകൾ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. സുരക്ഷയുടെ ഭാഗമായിട്ട് വൈകിട്ട് തിരിച്ചെത്തേണ്ടായിരുന്നു. അതുകൊണ്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു ദിവസം 1500 പേര്. അപ്പോൾ 1500 പേരൊക്കെയാണ് ഒരു സമയത്ത് ആ താൽക്കാലിക പാലത്തിലൂടെ കയറ്റിവിട്ടിരുന്നത്. അപ്പോൾ അത്രത്തോളം ആളുകൾ ദൗത്യത്തിൽ പങ്കെടുത്തു എന്നുള്ളതല്ലേ? അതെ അതെ, ഉറപ്പായിട്ടും. കാരണം അതിനിടയിലും വന്നിട്ട് അൺനെസസറി ആയിട്ടുള്ള ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സുരക്ഷ. കാരണം ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്വർണം ഉണ്ടായിരുന്നു. ഓരോരുത്തർ വന്നിട്ട് അവരുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഏൽപ്പിച്ച് വെച്ചിരുന്ന സ്വർണം നമ്മുടെ ഇതിൽ തന്നെ കിട്ടിയായിരുന്നു. അത് നമ്മൾ കൺട്രോൾ റൂമിൽ ഏൽപ്പിച്ചായിരുന്നു. പൈസ കിട്ടി, സ്വർണം കിട്ടി. ഇതൊക്കെ വന്നിട്ട് ഇത് നോക്കാൻ വേണ്ടി ഈ ദുരന്തം ഭയങ്കര കഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ചിലർ വന്നിട്ട് രാത്രി വന്ന് അവിടെ കക്കാൻ വന്നു എന്നുള്ളത് വന്നിട്ട് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ഇടയിൽ വന്നിട്ട് അവർ വന്ന് കക്കാൻ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനുഷ്യത്വമേ ഇല്ല എന്ന് വേണം പറയാൻ. ഒരു പാലം ഒലിച്ചു പോയി, താൽക്കാലിക പാലം നിർമ്മിച്ചു. ആ പാലം പുതിയതായിട്ട് പണിത് കൊണ്ടാണല്ലോ അത്രയും പേരെങ്കിലും റെസ്ക്യൂ ചെയ്യാനും അപ്പുറത്തേക്ക് കടന്ന് മറ്റുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടാനും പറ്റിയത്. അപ്പോൾ നല്ല സൈന്യം നല്ലൊരു പങ്ക് തന്നെയാണ് വഹിച്ചിട്ടുള്ളത്. ശരി, ഏതായാലും നമുക്ക് ഈ കൂടുതലുണ്ടായിരുന്ന എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. എന്തായിരുന്നു പേരെന്തായിരുന്നു? എൻ്റെ പേര് രമ്യാണ്. രമ്യ, എവിടെ വീട്? ഇവിടെ ഇടപ്പള്ളി തന്നെ. എങ്ങനെ തോന്നുന്നു അവിടെ കണ്ടത്? എന്തെങ്കിലും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയായിരുന്നു. ശരി, കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ? എൻ്റെ പേര് ബൽക്കീസ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് ആ മണ്ണിൽ ഉറപ്പുള്ള മണ്ണൊന്നും അല്ല അത്. നമ്മൾ എവിടെ ചവിട്ടിയാലും പൂണ്ടു പോണ മണ്ണായിരുന്നത്. അപ്പം നമുക്ക് തന്നെ പേടിയാണ്, ഇത് എവിടെ ചവിട്ടുന്നുള്ള രീതിയായിപ്പോയി. ചവിട്ടിയാലും നമ്മൾ തിരയും തോറും നമുക്ക് ആ ഭാഗത്തുനിന്ന് ചില സ്മെല്ലുകൾ ഒക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ സ്വർണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കൺട്രോൾ റൂമിൽ ഏൽപ്പിച്ച്. പിന്നെ സർട്ടിഫിക്കറ്റുകൾ, ആധാർ, അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഒരു 16,000 ഒരു പെണ്ണിൻ്റെ പേസിൽ നിന്ന് കിട്ടിയിട്ട് അത് അതേപോലെ തന്നെ ഏൽപ്പിച്ച്. എന്നാലും നമുക്ക് സങ്കടമാണ്. നമുക്ക് അവിടുത്തെ ആൾക്കാരായിട്ട് ക്യാമ്പിലുള്ള ആൾക്കാർ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു സങ്കടം വരുന്നത്. നമുക്കൊന്നും ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. നമ്മൾ കണ്ടു അവിടെ ആ ചെളിയിൽ ഒരാൾ ഈ ഒരു ലെവലിൽ അടിയിലേക്ക് മൂടി നിൽക്കുന്ന വിഷ്വൽസ് നമ്മൾ കണ്ടതാണ്. അതെല്ലാം രക്ഷാപ്രവർത്തകരെത്താൻ വേണ്ടി ഒരുപാട് വൈകി. അതുവരെയും അദ്ദേഹം മൂടിക്കിടക്കുന്ന ഒരു സ്ഥിതി നമ്മളെല്ലാവരും നേരിട്ട് വിഷ്വൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടതാണ്. കണക്ടിവിറ്റി ഭയങ്കര പ്രശ്നമായിരുന്നു. അതായത് നമ്മൾ നദിയുടെ ഇപ്പോഴത്തെ സൈഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ പാലം പണിത് വരുന്ന ടൈമിലാണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. അപ്പം ഈ ഹെവി എക്യുപ്മെൻറ്റ്സ് കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ ഇളക്കി നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഹെവി എക്യുപ്മെൻറ്റ്സ് അങ്ങോട്ട് ക്രോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഈ പാലം വന്നതിന് ശേഷമാണ് ആക്ച്വലി ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ അതുവരെ ഈ വലിയ എക്യുപ്മെൻറ്റ്സ് വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോഡി പാർട്സ് നോക്കുന്നതും പിന്നെ മനുഷ്യനെ കൊണ്ട് എടുത്ത് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ബ്രിക്കുകളും പിന്നെ മരത്തിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കിടക്കും. അതിൻ്റെ അടിയിലൊക്കെ മൃതദേഹങ്ങൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം അന്നേരം
ഈ എക്യുപ്മെൻറ്റ്സ് വരുന്നിടം വരെ 2 ദിവസം 3 ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഒരുപക്ഷെ ചില സമയത്ത് ആൾക്കാർ അടിയിൽ ജീവനോടെ ഉണ്ടോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ ഫൈൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ 3 ദിവസം 4 ദിവസം ലേറ്റ് ആയിട്ടായിരിക്കും. പിന്നെ നമ്മൾ വേറൊരു ഏറ്റവും ദാരുണമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് അനാഥത്വമായ ആൾക്കാരാണ്. ഞങ്ങളൊരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് പോലും ഈ വീട് അധികം നാശനഷ്ടം ഉണ്ടാകാത്ത വീടുകളുണ്ട്. ഇങ്ങനെയുള്ള വീടുകളിൽ പോലും അതിൻ്റെ ഉടമസ്ഥർക്കൊന്നും താമസിക്കാൻ പേടിയാണ്. അപ്പം അവർക്ക് അവിടെ വന്നിട്ട് അത്രയും വലിയ ട്രോമയാണ് അവർക്ക് ഉണ്ടായത്. ചില വീടുകളിലൊക്കെ ആർക്കും വലിയ ജീവഹാനിയൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ ഭീകരാവസ്ഥ കാരണം പിന്നെ പെട്ടെന്ന് മാറേണ്ടി വന്നു. പിന്നെ വീടിൻ്റെ സമീപത്തുള്ള ആൾക്കാരൊക്കെ മരിച്ചുപോയി. അപ്പം അതുകൊണ്ട് അവർക്ക് ഒന്നുകൂടെ താമസിക്കാനുള്ള ഭയങ്കര ഒരു സൈക്കോളജിക്കൽ ട്രോമയാണ് പല ആൾക്കാർക്കും ഉള്ളത്. പിന്നെ ഞാൻ അവിടെ നമ്മുടെ സെർച്ച് ചെയ്തപ്പം ഇതിപ്പോൾ ഒരു 4 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് താഴോട്ട് ഫുള്ള് നശിച്ച് പോയി. അപ്പോൾ അതിങ്ങനെ ഓരോരോ സെക്ടേഴ്സായിട്ട് തിരിച്ചിട്ട് അപ്പോൾ ഓരോ സെക്ടേഴ്സിൽ ഓരോ ടീമിനെ വെച്ചാണ് നമ്മൾ ഈ പിന്നെ മൃതദേഹങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഓരോ സെക്ടർ ചെല്ലുമ്പോഴും ഇവർക്കെല്ലാവർക്കും ഉള്ള ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേറ്റീവ്സ് ചില സമയത്ത് വരും. അതായത് അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ കാണാനോ ചില സമയത്ത് ID കാർഡുകൾ ID കാർഡുകളൊക്കെ നോക്കി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും ഇവരെ ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരിക്കലും എന്താ പറയുക നമ്മളെപ്പോലെ ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും നമുക്കത് അവരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം ഞാൻ ഓർക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ചേട്ടൻ അവിടെ വന്നിരുന്നു. ആ ചേട്ടൻ്റെ കുടുംബത്തിലെ എല്ലാ ആൾക്കാരും ചേട്ടൻ്റെ സഹോദരൻ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, ചേട്ടൻ്റെ വൈഫ് മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ മക്കൾ മരിച്ചുപോയി. അപ്പം അവർ വന്നിട്ട് ഒരു ഏരിയ തന്നിട്ട് ഇവിടെ 7 വീടുണ്ട് 8 വീടുണ്ടെന്ന് നമ്മളോട് പറയുകയാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾക്കൊരു 2 ആൾ പൊക്കത്തിൽ ഇങ്ങനെ ചെളി നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അവിടെ ശരിക്കും അവിടെ വീടുകളുണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ അടിയിൽ തന്നെ ചിലപ്പോൾ ആൾക്കാർ പിന്നെ മരിച്ച് കിടപ്പുണ്ടായിരിക്കും. പിന്നെ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ ഒത്തിരി സന്നദ്ധ സംഘടന ആൾക്കാർ വന്നിരുന്നു. ഒറീസയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മളൊരു സ്റ്റേ എത്തി കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സഹാവസ്ഥയാണ് ഉണ്ടാവുക. ശരി, ഏതായാലും ഇവരുടെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്, അവിടെ നേരിട്ട് കണ്ട കാഴ്ചകളാണ്. 8 വീടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അവിടെ ഒരു വീടും കാണുന്നില്ല. ചിലപ്പോൾ ഇവർ നിൽക്കുന്ന തന്നെ ഏതെങ്കിലും ഒരു ബോഡിയുടെ മുകളിലാണോ എന്നൊക്കെ ഇവർക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് അവിടെയൊക്കെ കയറി ചെല്ലേണ്ടതായിട്ട് വന്നു. എന്തു പറയുന്നു? ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ പുഞ്ചിരിമറ്റ സ്കൂളിൻ്റെ ഭാഗമാണ് പോയത്. 2ാമത്തെ ദിവസം തോന്നുന്നു അവിടെ പോയത് നമ്മൾ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് സ്കൂൾ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയായിരുന്നു. കാരണം കുഞ്ഞു മക്കൾ ഓടിക്കളിച്ച് നടന്ന സ്ഥലത്ത് മൃതദേഹങ്ങളാണ് മണ്ണിൻ്റെ അടിയിൽ. അപ്പോൾ അതൊരു ഭയങ്കര വിഷമമായിരുന്നു. ഏതായാലും ഇവർ നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. തൊട്ടടുത്ത് തന്നെയാണ് ബ്രഹ്മപുരം. അവിടെ തീ പിടിച്ചപ്പോൾ ഇവരൊക്കെ ആയിരുന്നു തീ അണക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് തീ കൂമ്പാരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് തീ അണക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നമ്മൾക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച ആളുകളാണ് ഇവർ. തീർച്ചയായും ഇവരെല്ലാവരും ആദരിക്കപ്പെടേണ്ട ആളുകൾ തന്നെയാണ്. ഏതായാലും ACT കേരള ഇന്ന് ഇവരെ ആദരിച്ചു എന്നുള്ളതാണ്. അത് വളരെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മുടെ അവിടെ കണ്ട മറ്റൊരു കാഴ്ചയുണ്ടല്ലോ, എന്ത് പറയുന്നു? അവിടെ നമ്മൾ അട്ടമല എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അട്ടമല എന്ന് പേരുള്ളത് തന്നെ അത്രയും നിറച്ച് അട്ടയുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നടന്ന ഒരു കാട്ടിൻ്റെ വഴി കൂടിയൊക്കെയാണ് നമ്മൾ പോകേണ്ടത്. കാരണം വഴിയൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് കുറേ ഈ ഡോഗ് സ്ക്വാഡ് വന്നിട്ട് ഡോഗ് വന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ മാന്തുമ്പോൾ 2 അടി മാന്തി കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ എവിടെയോ ബോഡി ഉണ്ട്. പക്ഷെ 2 അടി മാന്തി കഴിയുമ്പോഴും വെള്ളമാണ് വരുന്നത്. കാരണം അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ബോഡി എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഇതാവില്ല. അത്രയും ഭയങ്കര എന്താ പറയുക, അടിയിൽ ബോഡി ഉണ്ട് പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയും ആയി പോയിട്ടുണ്ട് നമുക്ക്. അപ്പം അതൊക്കെ വന്നിട്ട് ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന് അണ്ടറിൽ സിവിൽ ഡിഫൻസ് അംഗമായി നമ്മളൊരു സേനയായി ഇരുന്നത് കൊണ്ടാണ് അറ്റ്ലീസ്റ്റ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഏതെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്യുന്നതിനേക്കാൾ ഇതുപോലത്തെ ഒരു മനസ്സുണ്ടായി നമുക്ക് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഇതിൽ സേന ആയതുകൊണ്ട് മാത്രമാണ്. അതിനെ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഈ സേനയിൽ ഇപ്പം ഇത്രയും നല്ല ദൗത്യം ചെയ്യുന്ന നല്ലൊരു സേനയാണല്ലോ. നിങ്ങളുടെ കൂടെ കൈകോർക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. എന്താണ് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ വെബ്സൈറ്റിൽ ചെന്നാൽ തന്നെ സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്കോൺ ഉണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ 18 സ്റ്റേഷനാണ് ഉള്ളത്. അപ്പോൾ ഓരോരുത്തരും എവിടെയാണോ താമസിക്കുന്നത് അതിന് അടുത്തുള്ള പ്രദേശത്തിൽ ഓരോ സ്റ്റേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ നിങ്ങൾ അതിൽ അംഗമാകാം.
ഞാനിപ്പോൾ എല്ലാ യൂത്ത് മാത്രമല്ല, ആശാവർക്കറുമല്ല, കുടുംബശ്രീ ആയിട്ട് ഉള്ളവർ എല്ലാവരുടെ അടുത്തും പറയുവാണ്, നിങ്ങൾ സിവിൽ ഡിഫൻസിൽ അംഗമാകണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട്, യൂബർ ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ ഇപ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്നൊരു സഹായം എന്ന് പറഞ്ഞ് റോഡിൽ ആരെങ്കിലും വീണ അടുത്ത് ആദ്യം ഓടി വരുന്നത് ഓട്ടോ ടാക്സി അവർക്കാണ്. അപ്പം അവർ വരുമ്പോൾ അവർക്ക് CPR കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തുടങ്ങി ദുരന്തമുഖത്ത് അവർ ഓരോ പ്രവൃത്തിയും ചെയ്യാനായിട്ട് അവർക്കുള്ള പരിശീലനം നമ്മൾ 3 തലത്തിലാണ് പരിശീലനം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്ന്, നമ്മൾ ഏത് സ്റ്റേഷനാണോ ടാഗ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റേഷൻ തല പരിശീലനമാണ് ആദ്യം. അത് കഴിയുമ്പോൾ നമുക്ക് ഡിസ്ട്രിക്ട് ലെവൽ ഉണ്ടാവും. അത് കഴിയുമ്പോഴാണ് സ്റ്റേറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ ഏകദേശം ഫ്ലഡ് ആൻഡ് റെസ്ക്യൂ, ബേസിക് സപ്പോർട്ട്, അങ്ങനെ 5 ഇതിലാണ് നമുക്ക് ട്രെയിനിങ് തരുന്നത്. അപ്പോൾ ട്രെയിനിങ് കിട്ടിയ ഒരാൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ, CPR കൊടുക്കാനായിട്ട് അവർക്ക് പറ്റിയെങ്കിൽ ഒരു ജീവൻ്റെ വില എന്ന് പറയുന്നത് അതിൽ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ആ ജീവന് നമുക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ അതിൽ ഉപരി ഈ ജന്മം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഒരാളുടെ ജീവൻ തിരിച്ചു കിട്ടുവാണ് ഒരു CPRലൂടെ അല്ലേ? ഡെഫിനറ്റ്ലി. അത് ചിലപ്പോൾ ഈ ട്രാഫിക് ഒരിക്കലൂടെ ഒക്കെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്ക് ആള് തട്ടിപ്പോയി. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് അവർ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അവർക്ക് അത്രയും നേരം ജീവൻ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഇത് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റിയെങ്കിൽ അത് ദൈവ അനുഗ്രഹം തന്നെയാണ്. ഇതിനുപരി നമുക്ക് വേറൊരു അനുഗ്രഹം ഇല്ല. അപ്പോൾ ഇതിൽ എന്തായാലും നമ്മൾ ഇത്രയും ടീം മെമ്പേഴ്സ് ഉണ്ടായത്, അപ്പോൾ ഇനിയും നിങ്ങളും വരണം. അപ്പോൾ നമ്മുടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഇപ്പോൾ എന്തായാലും നമ്മൾ DFO സാർ ഹരികുമാർ സാർ പറയാണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റൂല. ആദ്യം അവിടെ ദുരന്തമുഖം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഇതുണ്ടായിരുന്നു, ലേഡീസിനെ വിടണ്ട എന്നുണ്ടായിരുന്നു. പക്ഷേ സാറ് എന്നെ വിളിച്ച് ചോദിച്ചു നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ സ്ത്രീ പുരുഷ അങ്ങനെ ഒന്നും ഇതില്ല, എല്ലാത്തിലും നമ്മൾ ട്രെയിൻഡ് ആണ്. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് സാറിന് ആദ്യം നന്ദി പറയുന്നു. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ദൗത്യത്തിന് വിട്ടത് അനുമതി തന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് സാറിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എല്ലാ ടീം മെമ്പേഴ്സിനും കാരണം ഇത് സന്നദ്ധ സേവന ആണ്, അവരുടെ ലീവ് ഉണ്ടാവും. എല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ആ ലീവൊക്കെ എടുത്തിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ചില കമ്പനിയിൽ വിട്ടിട്ടുണ്ടാവില്ല, അവർ ലോസ് ഓഫ് പേയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടും എല്ലാ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിനും ഒരു ബിഗ് സല്യൂട്ട്. ഇവർക്ക് ബിഗ് സല്യൂട്ട് കൊടുത്തില്ല, പിന്നെ ആർക്കാ ബിഗ് സല്യൂട്ട് കൊടുക്കുക? ഇത്രയും നല്ല പ്രവൃത്തി, പ്രത്യേകിച്ച് എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയില്ലായിരുന്നു. ഇപ്പം ഇവിടെ നിന്ന് പറഞ്ഞപ്പോഴാണ് ഇവരുടെ പ്രവൃത്തിയെക്കുറിച്ച്, ഇവരുടെ ഈ സൽപ്രവൃത്തിയെക്കുറിച്ച്, ഇവർക്ക് കിട്ടിയ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ സാധിച്ചു. തീർച്ചയായും എല്ലാവരും ഇവരോടൊപ്പം കൈകോർക്കുക. ഇതുപോലുള്ള ആപത്ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കാൻ, നമ്മുടെ സമൂഹത്തിൻ്റെ ഒപ്പം കൈകോർക്കാൻ ഇവരെല്ലാവരും ഉണ്ടാകും. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.